ഹലോ ഫ്രണ്ട്സ്, മഞ്ജു സ്റ്റോക്സിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? നമ്മുടെ കേരളത്തിലെ വാഹനങ്ങളുടെ നമ്പറുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിക്കവാറും നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ വെറുതെ ചുമ്മാ നോക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഏത് വാഹനമാണ് പോയത്, ഏത് നമ്പർ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കാറുണ്ട് അല്ലേ? ഫോട്ടോ എടുക്കാറുണ്ട്. അപ്പോൾ ആ നമ്പറിൽ ഏത് ഭാഗത്ത് ഏത് RTOയ്ക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത നമ്പറാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധാപൂർവ്വം കേൾക്കണം. എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വയ്ക്കേണ്ടതും കൂടെയാണ്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഈ 14 ജില്ലകൾക്കും ഓരോ രജിസ്ട്രേഷൻ കോഡ് നമ്പർ ഉണ്ട്. നമുക്ക് ആദ്യം അത് മനസ്സിലാക്കാം കേട്ടോ. KL01 തിരുവനന്തപുരം. KL01 എന്ന നമ്പർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തിരുവനന്തപുരം ജില്ലയിലെ രജിസ്റ്റർ ചെയ്ത വാഹനമാണെന്ന്. ഓക്കെ, അതുപോലെ KL02 കൊല്ലം, KL03 പത്തനംതിട്ട, KL04 ആലപ്പുഴ, KL05 കോട്ടയം, KL06 ഇടുക്കി, KL07 എറണാകുളം, KL08 തൃശ്ശൂർ, KL09 പാലക്കാട്, KL10 മലപ്പുറം, KL11 കോഴിക്കോട്, KL12 വയനാട്, KL13 കണ്ണൂർ, KL14 കാസർഗോഡ്. ഇത്രയും നേരം നിങ്ങൾ മനസ്സിലാക്കിയത് 14 ജില്ലകളിലെയും രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങൾക്ക് കിട്ടുന്ന നമ്പറാണ് കേട്ടോ. ഇനി അടുത്തത് 15ആണ്, KL15 ആണ്. KL15 എപ്പോഴും KSRTCയുടെ നമ്പറായിരിക്കും കേട്ടോ. KSRTC ബസ്സിൻ്റെ നമ്പറായിരിക്കും KL15. KSRTCയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ് അല്ലേ. KL15 കഴിഞ്ഞാൽ അടുത്തത് KL16. അത് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. KL17 മൂവാറ്റുപുഴ എറണാകുളം ജില്ല. KL18 വടകര കോഴിക്കോട് ജില്ല. KL19 പാറശാല തിരുവനന്തപുരം ജില്ല. KL20 നെയ്യാറ്റിൻകര തിരുവനന്തപുരം ജില്ല. KL21 നെടുമങ്ങാട് തിരുവനന്തപുരം ജില്ല. KL22 കഴക്കൂട്ടം തിരുവനന്തപുരം ജില്ല. KL23 കൊല്ലം ജില്ലയാണ് കേട്ടോ. KL23 കരുനാഗപ്പള്ളി കൊല്ലം ജില്ല. KL24 കൊട്ടാരക്കര കൊല്ലം ജില്ല. KL25 പുനലൂർ കൊല്ലം ജില്ല. KL26 അടൂര് പത്തനംതിട്ട ജില്ല. KL27 തിരുവല്ല പത്തനംതിട്ട ജില്ല. KL28 മുല്ലപ്പള്ളി പത്തനംതിട്ട ജില്ല. KL29 കായംകുളം ആലപ്പുഴ ജില്ല. KL30 ചെങ്ങന്നൂർ ആലപ്പുഴ ജില്ല. KL31 മാവേലിക്കര ആലപ്പുഴ ജില്ല. KL32 ചേർത്തല ആലപ്പുഴ ജില്ല. KL33 ചങ്ങനാശ്ശേരി കോട്ടയം ജില്ല. KL34 കാഞ്ഞിരപ്പള്ളി കോട്ടയം ജില്ല. KL35 പാല കോട്ടയം ജില്ല. KL36 വൈക്കം കോട്ടയം ജില്ല. KL37 വണ്ടിപ്പെരിയാർ ഇടുക്കി ജില്ല. KL38 തൊടുപുഴ ഇടുക്കി ജില്ല. KL39 തൃപ്പൂണിത്തുറ എറണാകുളം ജില്ല. KL40 പെരുമ്പാവൂർ എറണാകുളം ജില്ല. KL41 ആലുവ എറണാകുളം ജില്ല. KL42 നോർത്ത് പറവൂർ എറണാകുളം ജില്ല. KL44 കോതമംഗലം എറണാകുളം ജില്ല. KL45 ഇരിങ്ങാലക്കുട തൃശ്ശൂർ ജില്ല. KL46 ഗുരുവായൂർ തൃശ്ശൂർ ജില്ല. KL47 കൊടുങ്ങല്ലൂർ തൃശ്ശൂർ ജില്ല. KL48 വടക്കാഞ്ചേരി തൃശ്ശൂർ ജില്ല. KL49 ആലത്തൂർ പാലക്കാട് ജില്ല. KL50 മണ്ണാർക്കാട് പാലക്കാട് ജില്ല. KL51 ഒറ്റപ്പാലം പാലക്കാട് ജില്ല. KL52 പട്ടാമ്പി പാലക്കാട് ജില്ല. KL53 പെരിന്തൽമണ്ണ മലപ്പുറം ജില്ല. KL54 പൊന്നാനി
മലപ്പുറം ജില്ല. KL55 തിരൂർ, മലപ്പുറം ജില്ല. KL56 കൊയിലാണ്ടി, കോഴിക്കോട് ജില്ല. KL57 കൊടുവള്ളി, കോഴിക്കോട് ജില്ല. KL58 തലശ്ശേരി, കണ്ണൂർ ജില്ല. KL59 തളിപ്പറമ്പ്, കണ്ണൂർ ജില്ല. KL60 കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. KL61 കുന്നത്തൂർ, കൊല്ലം ജില്ല. KL62 റാന്നി, പത്തനംതിട്ട ജില്ല. KL63 അങ്കമാലി, എറണാകുളം ജില്ല. KL64 ചാലക്കുടി, തൃശ്ശൂർ ജില്ല. KL65 തിരൂരങ്ങാടി, മലപ്പുറം ജില്ല. KL66 കുട്ടനാട്, ആലപ്പുഴ ജില്ല. KL67 ഉഴവൂർ, കോട്ടയം ജില്ല. KL68 ദേവികുളം, ഇടുക്കി ജില്ല. KL69 ഉടുമ്പൻചോല, ഇടുക്കി ജില്ല. KL70 ചിറ്റൂർ, പാലക്കാട് ജില്ല. KL71 നിലമ്പൂർ, മലപ്പുറം ജില്ല. KL72 മാനന്തവാടി, വയനാട് ജില്ല. KL73 സുൽത്താൻ ബത്തേരി, വയനാട് ജില്ല. KL74 കാട്ടാക്കട, തിരുവനന്തപുരം ജില്ല. KL75 തൃപ്രയാർ, തൃശ്ശൂർ ജില്ല. KL76 നന്മത, കോഴിക്കോട് ജില്ല. KL77 പേരാമ്പ്ര, കോഴിക്കോട് ജില്ല. KL78 ഇരിട്ടി, കണ്ണൂർ ജില്ല. KL79 വെള്ളരിക്കുണ്ട്, കാസർഗോഡ് ജില്ല. KL80 പത്തനാപുരം, കൊല്ലം ജില്ല. KL81 വർക്കല, തിരുവനന്തപുരം ജില്ല. KL82 ചടയമംഗലം, കൊല്ലം ജില്ല. KL83 കോന്നി, പത്തനംതിട്ട ജില്ല. KL84 കൊണ്ടോട്ടി, മലപ്പുറം ജില്ല. KL85 രാമനാട്ടുകര, കോഴിക്കോട് ജില്ല. KL86 പയ്യന്നൂർ, കണ്ണൂർ ജില്ല. അപ്പോൾ ഫ്രണ്ട്സ്, കേരളത്തിലെ RTOയുടെ കോഡ് നമ്പേഴ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വണ്ടി ഏത് RTOയ്ക്ക് കീഴിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോയുമായി വീണ്ടും വരുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും സുഖമാണെന്ന വിശ്വാസത്തിൽ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബായ്.